BJP പ്രതിനിധി അഡ്വക്കേറ്റ് TP ജയചന്ദ്രൻ മാസ്റ്ററിലേക്കാണ്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് കേൾക്കുക. അന്ന് സർക്കാരിന്റെ ആഗോള സംഗമം നടന്നപ്പോൾ അത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സംഗമം, ഇന്നത്തെ ശബരിമല സംരക്ഷണ സംഗമം, അത് പരാജയമാണെന്ന് പറയുന്നില്ല, പക്ഷേ അനാവശ്യമാണെന്നാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. അതെന്തുകൊണ്ടാകാം? ചാനൽ ചർച്ചകളിൽ വളരെ മാന്യമായി, സത്യസന്ധമായി, മനസ്സിന്റെ അടിത്തട്ടിൽ തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളാണ് ശ്രീ സേനാപതി ഗൗഡൻ. അദ്ദേഹം പറഞ്ഞതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഒരു ഭക്തൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് കുളിർത്തുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ. മറ്റൊന്ന്, അദ്ദേഹം അനുഭവിച്ച 2018 അദ്ദേഹം അനുഭവിച്ച ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലെ വേദനകൾ. പിന്നീട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിലെ രാഷ്ട്രീയത്വം മാറ്റിവെച്ചാൽ ഒരുപക്ഷെ ഇന്ന് സേനാപതി വേണുവിന്റെ മനസ്സ് കുളിർത്തുന്നുണ്ടാകും. നോക്കൂ, സേനാപതി വേണുവിന്റെ വാദഗതികളോട് നീതി പുലർത്തുകയും സംഘപരിവാറിന്റെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളോട് നീതികേട് കാണിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്തമായ ഒരു മാധ്യമം, ഒരു ദൃശ്യമാധ്യമം, വളരെ മോശമല്ലാത്ത ശ്രോതാക്കളുള്ള ഒരു മാധ്യമം, അവർ ഈ അയ്യപ്പ സംഗമം പറഞ്ഞ വാക്കുകൾ, അവരുടെ സ്ക്രോളിംഗ് വാർത്തകൾ ഞാനൊന്ന് വായിക്കാം. 7 കോടി വീശി ശീതീകരിച്ച ഹാളും ഭക്ഷ്യമേളയും ഒരുക്കിയിട്ടും സംഗമിക്കാത്ത അയ്യപ്പന്മാർ ഇവിടെ സംഗമിച്ചു. 7 കോടി വീശി ശീതീകരിച്ച മുറികളും ഭക്ഷ്യമേളയും ഒരുക്കിയിട്ടും സംഗമിക്കാത്ത അയ്യപ്പ ഭക്തന്മാർ ഇവിടെ സംഗമിച്ചു. കഴിഞ്ഞ 20-ാം തീയതി ഇന്നും നടന്ന കേരളത്തിലെ 2 സംഗമങ്ങൾ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ, ചില ചൂണ്ടുപലകകൾ നമ്മുടെ മുമ്പാകെ വെക്കുകയാണ്. കോടികൾ ഒരുക്കി ഭരണകൂടത്തിന്റെ എല്ലാ ഭീഷണിയും സുഖസൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടും കേവലം 623 പേർ മാത്രം പങ്കെടുക്കുന്ന അതിദയനീയമായി പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായ ഒരു സംഗമം 22-ാം തീയതി നമ്മൾ കണ്ടു. 20-ാം തീയതി കോടാനുകോടി രൂപ മുടക്കിയെന്ന് മാത്രമല്ല, പങ്കെടുക്കുന്ന ആളുകൾക്ക് പ്രലോഭനങ്ങളായ വാഗ്ദാനങ്ങൾ നൽകുകയും അവർക്ക് ആ അർത്ഥത്തിൽ ആകൃഷ്ടമാക്കാൻ എല്ലാം ഒരുക്കുകയും ചെയ്തിട്ട് ഉണ്ടായ ഒരു ചിത്രമാണ് നമ്മൾ മുൻപ് കണ്ടത്. അത്ര തന്നെ മുന്നൊരുക്കങ്ങളില്ലാത്ത, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമായിട്ട് ആഹ്വാനം ചെയ്യപ്പെട്ട മറ്റൊന്ന് നമ്മൾ കണ്ടു. ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഒന്നാമത്തേതിന്റെ സംഘാടകരെന്ന് പറയുന്നത് പാവനമായ ശബരിമല ശാസ്താവിന്റെ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ, ഭക്തരെ അതിക്രൂരമായി തല്ലിയൊടുക്കാൻ, ഒരു രാഷ്ട്രം യുദ്ധത്തിൽ ശത്രുരാജ്യത്തോട് പെരുമാറുന്ന രൂപത്തിൽ, എതിർ പട്ടാളത്തോട് പെരുമാറുന്ന രൂപത്തിൽ ലാത്തിയും ബൂട്ടും നിയമ സംവിധാനങ്ങളും പോലീസും ഉപയോഗപ്പെടുത്തുകൊണ്ട് പിച്ചി ചീന്തിയ നരാധവന്മാരുടെ ഇന്നത്തെ പിന്തുണച്ചക്കാർ നേതൃത്വം കൊടുത്ത ഒരു അയ്യപ്പ സംഗമം. രണ്ടാമത്തേത്, അന്ന് ഈ ക്രൂര പീഡനങ്ങൾ അയ്യപ്പ ഭക്തന്മാർ ഏൽക്കേണ്ട അവസരം വന്നപ്പോൾ അവരോടൊപ്പം നിന്ന് നെഞ്ചും വിരിമാറും കാണിച്ചു കൊടുത്ത് പോലീസിന്റെ ലാത്തിയടി സ്വയം ഏറ്റുവാങ്ങാൻ, പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങളെ പ്രതിരോധിക്കാൻ, അതിന്റെ പ്രത്യാഘാതം എന്തായാലും അയ്യപ്പ സ്വാമിയുടെ പരിപാവനമായ ക്ഷേത്രാങ്കണത്തെ മലീമസമാക്കാൻ ഒരു ക്രൂരനെയും ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് അവർക്കൊപ്പം നിന്ന മറ്റൊരു പ്രസ്ഥാനക്കാർ. സ്വാഭാവികമായിട്ടും ഇന്ന് നടന്ന സംഗമത്തിന്റെ സംഘാടകരെന്ന് പറയുന്നത് ഈ സംഗമം സംഘടിപ്പിക്കാൻ ഏതുകൊണ്ടും യോഗ്യരായിരുന്നു എന്ന് ഞാൻ പറയുകയല്ല ഉണ്ടായത്. അയ്യപ്പ ഭക്തരുടെ പ്രതികരണം, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം, ഇത്തരം കാര്യങ്ങളിൽ തൽപരരാണ് എന്ന് സർക്കാർ വിശ്വസിച്ച ആളുകൾ അവഗണിച്ചപ്പോൾ ആ ശൂന്യത നികത്താൻ 1 മണിയാകുമ്പോഴത്തേക്കും 3 മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്ന പൊതുസമ്മേളന വേദിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുക മാത്രമല്ല, കൊടും ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് ഒഴുകിയെത്തുക മാത്രമല്ല, MC റോഡ് വരെ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന തരത്തിൽ അണമുറിയാതെ ഒരു ജ്വാലാപ്രവാഹം പോലെ ഭക്തജനങ്ങൾ സ്വാമിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിനുണ്ടാകുന്ന അസൗകര്യങ്ങളിൽ മനംനൊന്ന ഒരു ജനത, ഭൂതകാലത്തിന്റെ ഭീമത്സമായ ഓർമ്മകൾ മനസ്സിൽ പേറിക്കൊണ്ട് അവർ തടിച്ചൊഴുകി അങ്ങ് കൂടുകയായിരുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ രംഗത്ത് നടന്ന ചർച്ചകളെ കുറിച്ചും ഈ രംഗത്ത് നടന്ന പഠനങ്ങളെ കുറിച്ചും ഒരു കാര്യം ശരിയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലെ സർക്കാരിന്റെ ഭാഷ
ലക്ഷ്യവും അവർ പറയുന്നതായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് വെച്ച് നടത്താമായിരുന്ന ഒരു കോൺക്ലേവ് മാത്രമായിട്ട് അതിനെ മാറ്റാമായിരുന്നു. പകരം ഭക്തരെ വേർതിരിക്കാൻ അവർ നൽകുന്ന സംഭാവനത്തൂട്ടിന്റെ വലിപ്പത്തിനനുസരിച്ച് പണക്കിഴിക്കനുസരിച്ച് എല്ലാവരെയും സമന്മാരായി കാണുന്ന സർവധർമ്മ സമഭാവനയുടെ അതിർവരമ്പുകളെ വൈജാത്യങ്ങളെ അതൊക്കെ മറന്ന് കറുപ്പുടുക്കുന്ന എല്ലാവരും അയ്യപ്പനാരെന്നും സമന്മാരാണെന്നും പരസ്പരം ബഹുമാനിക്കുന്ന ജനങ്ങൾക്കിടയിൽ സമ്പത്തിന്റെ ധനത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിച്ചവരെ കേരളത്തിലെ ആഗോള അയ്യപ്പ ഭക്ത സമൂഹവും ആഗോള പൗരാവലിയും തള്ളിക്കളഞ്ഞതിനിടയിൽ കേവലം ഒരു ദിവസത്തിന്റെ വ്യത്യാസത്തിൽ തടിച്ചുകൂടിയ വൻ ജനാവലി ശ്രീ വേണു എന്തൊക്കെ പറഞ്ഞാലും ശരി അത് വർത്തമാനകാല കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഹൃദയവികാരത്തിന്റെ ഒരു ചൂണ്ടുമലയാണ്. അവർ നേരിടുന്ന കഷ്ടപ്പാടുകളും ഒരു ജനസമൂഹം ഏത് തരത്തിലാണ് പ്രതിരോധിക്കേണ്ടതെന്നും ഇല്ല, ഇത്തരം അനീതിയെ ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല. ഭക്തരുടെ അവകാശങ്ങൾ അത് കേവലം ആരുടെയും ഔദാര്യമല്ല, അത് ഞങ്ങൾ ചോദിച്ചു വാങ്ങും, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നതിന്റെ ധീരമായ പ്രഖ്യാപനമായിരുന്നു നമ്മൾ ഇവിടെ കണ്ടത്. ചില കാര്യങ്ങൾ വേണു മറന്നുപോകുന്നു. ശബരിമല എന്ന് പറയുന്നത് ഉണ്ടായത് 2014 ശേഷമല്ല. ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാരുടെ കഷ്ടപ്പാടുകൾ വർഷങ്ങളായി കേരളം അനുഭവിക്കുകയാണ്. ഒരുപക്ഷെ പിണറായി അടുത്ത കാലഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നിട്ടുണ്ടാകാം. ഒരു 9 വർഷം മുമ്പ് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടായിരുന്നു. അതിനൊരു 5 കൊല്ലം മുമ്പ് ഇടതു മുന്നണി ഉണ്ടായിരുന്നു. അതിനൊരു 5 കൊല്ലം മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടായിരുന്നു. അതിലെ ആളുകൾ ദേവസ്വം മന്ത്രിയായിരുന്നു. ദേവസ്വത്തിൽ വീഴുന്ന കാണിക്കയെ കുറിച്ച് അവർക്ക് ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഭക്തർക്ക് അർഹതപ്പെട്ടത് ലഭിച്ചിരുന്ന ഏക ചൂണ്ടുവരകയായിട്ട് ഞാൻ പറയുന്നത് 623 പേർ പമ്പയിൽ അവർ ഒരുക്കിയ വേദിയിൽ വന്നപ്പോൾ അവർക്ക് പ്രാഥമിക കർമ്മം നിർവഹിക്കുന്നതിന്, അവർക്കൊന്ന് മൂത്രമൊഴിക്കുന്നതിനുള്ള സംവിധാനത്തിന് ഈ ടോയ്ലറ്റ് ഒരുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അയ്യപ്പരുടെ ഈ ഭക്തരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന എന്തുമാത്രം അവഗണനയും ഭൗതിക പ്രയാസങ്ങളുമാണ് എന്നതിന്റെ ചൂണ്ടുവരകയായിരുന്നു. ഗതാഗതം. അതെ, ശ്രീ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ, ആ ചൂണ്ടുപലകയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഇടത് വലത് മുന്നണികളെ ഭയവിഹുലരാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഗമത്തെ ഇത് അനാവശ്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്.